ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇന്നത്തെ ഈ അതിഭയങ്കരമായ മഴ കൊണ്ടുപോയൊരു വ്ളോഗാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനൊന്നും അല്ല വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മനസ്സിൽ കണ്ടിരുന്നത്. പക്ഷേ എല്ലാം കുളമായി കേട്ടോ. ഭയങ്കര സന്തോഷത്തിൽ വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ ബൈ ദ ബൈ, ഇന്ന് നീലൂട്ടൻ്റെ അംഗൻവാടിയിലെ സെൻഡ് ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നീലൂട്ടൻ്റെ ടീച്ചറും ആൻറ്റിയും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. കുറുമ്പന്മാരും കുറുമ്പത്തികളും എല്ലാവരും സുന്ദരനും സുന്ദരിമാരും എല്ലാവരും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതാ മുല്ലപ്പൂ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ എന്നോട് വന്ന് പറഞ്ഞത് ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് വന്നതാ എന്നൊക്കെയായിരുന്നു വന്ന് പറഞ്ഞു. ഭയങ്കര ന്യായങ്ങളാട്ടോ എല്ലാവരും പറയുന്നത്. നല്ല രസമാണ് വർത്തമാനമൊക്കെ പറഞ്ഞ് പറയുന്നത് കേട്ടിരിക്കാൻ. അങ്ങനെ ടീച്ചർ ഓരോരുത്തരുടെയും ഫോട്ടോസ് ആദ്യമേ അങ്ങ് എടുക്കും കേട്ടോ. ഇവരുടെയൊക്കെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ആദ്യമേ ആ ഫോട്ടോസ് അങ്ങ് എടുത്തിട്ട് അവരെ അങ്ങ് വിടാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഈ ഒരു ലുക്കിൽ വന്ന ലുക്കിൽ പിന്നെ കിട്ടത്തില്ല. ഓരോരുത്തരും പല കോലത്തിലാവും. അങ്ങനത്തെ ഇത്രയും കുട്ടിപ്പട്ടാളങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ 5 പേരാണ് ഇന്ന് സെൻഡ് ഓഫ് ഇതായിട്ട് പോകുന്നത്, സ്കൂളിൽ ചേരാനായിട്ട് പോകുന്നത്. അങ്ങനെ അവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ കിഴക്കേക്കോട്ട പോയിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് കുളിച്ചെന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ. അങ്ങനെയല്ല, എനിക്ക് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റാഞ്ഞതുകൊണ്ട്. ഇങ്ങനെയല്ലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഈ ഒരു വ്ളോഗ്. ഞാൻ അങ്കൻവാടിയിൽ നിന്ന് നേരെ ഇറങ്ങി ഈസ്റ്റ് ഫോർട്ടിൽ പോയിട്ട് ഞാനും ചേട്ടായും കൂടെ നീലൂട്ടന് സ്കൂളിലേക്ക് വേണ്ടുന്ന സാമഗ്രികളെല്ലാം വാങ്ങിച്ചു കേട്ടോ. ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ, ഞായറാഴ്ചയും കൂടി ഉള്ളൂ. തിങ്കളാഴ്ച ജൂൺ 1 സ്കൂള് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നീലൂട്ടൻ LKG ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീലൂട്ടൻ്റെ ലൈഫിലെ അടുത്ത ഒരു മൈൽ സ്റ്റോൺ, അല്ലെങ്കിൽ എന്തോ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാഗ്, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, നോട്ട്ബുക്സ്, അങ്ങനെ അതിന് വേണ്ടുന്ന അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം വാങ്ങി. അത് കഴിഞ്ഞ് വാങ്ങിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേനും ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ. നിങ്ങളിന്ന് ഈസ്റ്റ് ഫോർട്ടിലെ ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ദൃശ്യം കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ ആ മഴ ഫുള്ള് നനഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലെത്തിയത്. ബാഗും ബുക്കും ഒന്നും നനയാതെ പിടിച്ച് വെച്ച പാടെനിക്കറിയാം, കവറ്. അങ്ങനെ നീലൂട്ടനെ ഞങ്ങൾ വീട്ടിലെത്തി. എല്ലാം ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ നേരെ അംഗൻവാടിയിലോട്ട് പോയി. അംഗൻവാടി ചെന്നപ്പോഴത്തേനും അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്ക് കാണാനും പറ്റിയില്ല. അവന് ഗിഫ്റ്റും അതും സർട്ടിഫിക്കറ്റ്സൊക്കെ കിട്ടുന്നതൊന്നും കാണാൻ പറ്റിയില്ല. അതിൻ്റെ കൂടെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെന്തായാലും അവിടെ നിന്ന് ഇറങ്ങി നീലൂട്ടനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്ന് അവന് സർപ്രൈസായിട്ട് ഇതങ്ങ് കാണിച്ചു കൊടുത്തു കേട്ടോ. ഭയങ്കര സന്തോഷമായി കേട്ടോ ഇത് കണ്ടപ്പോഴത്തേനും. എല്ലാം അവന് ഭയങ്കര ഇഷ്ടം സ്പൈഡർമാനെയാണ്. അപ്പോൾ മാക്സിമം സ്പൈഡർമാൻ്റെ ഉള്ള ആ ഒരു തീം പിടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ കൂടുതലും എല്ലാം റെഡാണ് കൂടുതലും എടുത്തേക്കുന്നത്. കാരണം വേറൊന്നുമല്ല, എല്ലാം ഒരേപോലെ ഒരേ കളർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അടുത്ത വർഷം നമുക്കിനി വേറെ കളർ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത് ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. ലഞ്ച് ബോക്സൊക്കെ ഞാൻ തുറന്ന് അതൊക്കെ കാണിച്ചു കൊടുക്കുവാന്നേ. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം മഴ കൊണ്ടുപോയി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അത്രയ്ക്ക് മഴയും നനഞ്ഞ് എന്നാൽ ധൃതി പിടിച്ച് വെപ്രാളം പിടിച്ച് പോയിട്ട് അംഗൻവാടിയിൽ നീലൂസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഒന്നും എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല. പിന്നെ വീഡിയോസ് എടുത്തവരൊക്കെ അംഗൻവാടിയിലെ ഗ്രൂപ്പിൽ ഇട്ട് തന്നു കേട്ടോ. അതിൽ കുറച്ച് വീഡിയോസാണ് ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്കിലും കിട്ടിയാൽ കാണാൻ പറ്റിയല്ലോ, അത് തന്നെ ഭാഗ്യം. പിന്നെ ഫോട്ടോ എടുത്തു. ഫോട്ടോ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ കേട്ടോ. ഫോട്ടോ വാങ്ങിച്ചിട്ട് ബാക്കിൽ നീലൂട്ട ഇരിക്കുന്നതിൻ്റെ ബാക്കിലത്തെ ഫോട്ടോ കണ്ടോ, അതേപോലെ ഫ്രെയിം ചെയ്യുക. അത് കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം സ്കൂളിലോട്ട് പോയ കുട്ടികളും എല്ലാവരുമായിട്ട് എടുത്ത ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു. അതേപോലെ ഈ വർഷം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇനി അതിൻ്റെ കോപ്പി 2 ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. ഇനി അതും വാങ്ങിച്ചിട്ട് ഇതേപോലെ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കണം കേട്ടോ. നീലൂട്ടൻ്റെ എന്താ പറയുക,
ഫസ്റ്റ് ടീച്ചർ, ഫസ്റ്റ് ആൻറ്റി, കൂട്ടുകാർ, അതൊക്കെ ഒരു എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എന്താ പറയുക, ലാമിനേഷൻ ചെയ്തൊക്കെ വെച്ചേക്കുവാണേ. അപ്പോൾ എന്താ പറയുക, ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം മഴ ചതിച്ചു. മഴ ഇങ്ങനെ ഇടിച്ചുകുത്തി പെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തായാലും സാധനങ്ങളെല്ലാം സേഫായിട്ട് വീട്ടിലെത്തിക്കാനായിട്ട് കഴിഞ്ഞു. അത് തന്നെ ഒരു മഹാഭാഗ്യം. ബാഗ് ഒരു ശകലം നനഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് ടെൻഷൻ, നമുക്ക് ബാഗും ബാക്കി സാധനങ്ങളൊക്കെ നനഞ്ഞാലും നമുക്ക് ഉണക്കിയെടുക്കാം. പക്ഷേ ഈ നോട്ട്ബുക്സ് വാങ്ങിച്ചത് നനയുമോ വെള്ളം കയറുമോ എന്നുള്ള ടെൻഷനായിരുന്നു എനിക്ക്. അങ്ങനെ ഇതെല്ലാം വാങ്ങിച്ചു. ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഈവനിങ് സ്നാക്സ് വെക്കാനുള്ള പാത്രവും എല്ലാം വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു ബാഗും കൂടി വാങ്ങിച്ചു കേട്ടോ. ഓരോ കുട്ടികളും ഇങ്ങനെ, ഞാൻ പലരുടെയും വീഡിയോസ് കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ വ്ളോഗിൽ. അപ്പോൾ ഇങ്ങനെ സ്കൂൾ ബാഗ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ലഞ്ച് ബോക്സും ഫുഡ് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ഒരു ബാഗ് കൊണ്ടുപോകുമല്ലോ, അതിങ്ങനെ തൂക്കിക്കൊണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, നീലൂസിനും വലുതാകുമ്പം സ്കൂളിൽ പോകാറാകുമ്പോൾ അതേപോലത്തെ വാങ്ങിക്കണമെന്ന്. അങ്ങനെ അതും വാങ്ങിച്ചു. ഇതാകുമ്പോൾ നമുക്കിപ്പം ഫുഡ് ഇത്തിരി ഒന്ന് ചരിഞ്ഞാലും എന്തെങ്കിലും കറിയുടെയൊക്കെ ആയാലും ആ ഒരു ബാഗിലല്ലേ ആവത്തുള്ളൂ. നമുക്ക് മറ്റേ ബുക്സിൻ്റെ കൂടെ നമ്മളൊക്കെ കൊണ്ടുപോയിരുന്നത് ബുക്ക് വയ്ക്കുന്ന ആ ഒരു സ്കൂൾ ബാഗിനകത്ത് തന്നെ ആയിരിക്കും എല്ലാം, വെള്ളവും എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് അങ്ങനൊരു ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ. പിന്നെ ഇതാണ് കേട്ടോ സർട്ടിഫിക്കറ്റ് കിട്ടിയത്, നീലൂസിന് അംഗൻവാടിയിൽ നിന്നുള്ള വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ 3 ബുക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നീലുവിന്. 4 ലൈനും സിംഗിൾ ലൈനും 2 ലൈനും ഒക്കെ ആയിട്ട് ഒരു 3 ബുക്കുണ്ട്, നോട്ട്ബുക്ക്. പിന്നെ ഈ ക്രയോൺസ്, സ്കെച്ച്, സ്കെയില്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്, റബ്ബറുണ്ട്, പിന്നെ ഷാർപ്നറുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു കിറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിച്ചതിൽ ഷൂ വാങ്ങിച്ചായിരുന്നു. ഷൂ ബ്ലാക്ക് കളർ ഷൂ മസ്റ്റാണ് കേട്ടോ സ്കൂളിൽ. സോക്സും ബെൽറ്റും അവർ തന്നെ തന്നിട്ടുണ്ട്. ഷൂ നമ്മൾ വാങ്ങണമായിരുന്നു. അങ്ങനെ ബാഗും ഇട്ട് ഫുഡിൻ്റെ ബാഗും എടുത്ത് ഇങ്ങനെ അങ്ങ് നടക്കും കേട്ടോ, ഞാൻ സ്കൂളിൽ പോവാമെന്നും പറഞ്ഞുകൊണ്ട്. ഇനി തിങ്കളാഴ്ച തൊട്ട് പോകുമ്പം അറിയാം എങ്ങനെയാവുമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഗ്രൂപ്പിൽ ഇട്ട് തന്ന കുറച്ച് വീഡിയോസ് കൂടെ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നീലൂട്ടൻ്റെ അംഗൻവാടിയിലെ കൂട്ടുകാർ. അതായത് നീലൂട്ടൻ്റെ ഫസ്റ്റ് കൂട്ടുകാരെന്ന് വേണമെങ്കിൽ പറയാം. ടീച്ചറാണ് കേട്ടോ കൂടെ നിൽക്കുന്നത്. അങ്ങനെ അവന് എല്ലാവരും എന്തോ പറയണ്ടേ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഗൈസേ, വാക്കുകൾ കിട്ടുന്നില്ല. എൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റിയത് കൊണ്ട് എനിക്ക് എന്തോ പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ്സും ഗിഫ്റ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു നിമിഷം എനിക്ക് മിസ്സായിപ്പോയി. കഴിഞ്ഞ വർഷം എനിക്ക് പോകാനായിട്ട് പറ്റിയായിരുന്നു. കഴിഞ്ഞ വർഷം പിന്നെ നീലൂസ് സ്കൂളിലോട്ട് പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്കത് പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം, സ്കൂളിലോട്ട് വേണ്ടുന്ന ഈ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് അതിൻ്റെ ടെൻഷനും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷന് നിൽക്കാനായിട്ട് പറ്റാതെ. പിന്നെ മെയിനായിട്ടും മഴ തന്നെയായിരുന്നു ഒരു കാരണം കേട്ടോ. വീട്ടിലെത്തി പെട്ടെന്ന് പോവാമെന്ന് വെച്ചപ്പോഴത്തേനും മഴ. പിന്നെ ഫുഡും കഴിച്ച് പെട്ടെന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോൾ ബസ്സും കിട്ടുന്നില്ല. അരമണിക്കൂറോളം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് കേട്ടോ. അങ്ങനെ 2 മണിക്കത്തെ പ്രോഗ്രാമിന് ഞാൻ 3 മണി കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. അതും ചേട്ടായി വണ്ടിയും കൊണ്ട് വന്ന് ബൈക്കിൽ പോയത് കൊണ്ട് അപ്പോഴെങ്കിലും എത്തി കേട്ടോ. ഇല്ലെങ്കിൽ അന്നേരം ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നേനെ. ബൈക്കിൽ പോവാഞ്ഞത് വേറൊന്നുമല്ല, ഭയങ്കര മഴ ആയതുകൊണ്ട് ഇനിയും നനയും. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് പോയത് കേട്ടോ, അവിടെ പോയി ഇരിക്കണ്ടേന്ന് വിചാരിച്ച്. പക്ഷേ ബൈക്കിൽ തന്നെ പോകേണ്ടി വന്നു. പിന്നെ പോയി നേരെ നീലൂട്ടനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ നീലൂട്ടനൊരു മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ചോറും കൂടി ഞാനെടുത്ത് കഴിക്കും കേട്ടോ. മഴ നനഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ നെത്തോലി തേങ്ങ അരച്ച മീൻകറിയും ഒക്കെ രാവിലെ വെച്ചിട്ടായിരുന്നു രാവിലെ പോയത്. നീലൂട്ടനെ കൊണ്ടുവിടാനായിട്ട് പോയതും അവിടുന്ന് കടയിൽ പോയതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ ചോറ് കഴിക്കട്ടെ, അടുത്ത ദിവസം കാണാം കേട്ടോ. ബൈ.